ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ബ്യൂട്ടി ടിപ്സോ ഹെയർ ടിപ്സോ യാതൊന്നുമില്ല കേട്ടോ. ഇച്ചിരി ഒരു കുക്കിങ്ങും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഒരു ഈവനിങ് സ്നാക്സും ആണുള്ളത്. അപ്പോൾ അത് തന്നെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെയൊക്കെ കാണാം കേട്ടോ. അപ്പം വേറെ കാര്യം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എന്നോട് ചോദിച്ചായിരുന്നു അച്ചുവിൻ്റെ ചെമ്പിച്ച മുടിയുടെ ഫോട്ടോ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഫോട്ടോസ് ഉണ്ട്, വീഡിയോസ് ഒന്നുമില്ല. കാര്യം അതൊന്നും എനിക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതിനൊക്കെ മുന്നെയാണ് അച്ചുവിൻ്റെ മുടിയൊക്കെ അന്നേരമൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ. കുറച്ച് മുടിയുള്ളായിരുന്നു. ആ മുടിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെയാണ് ഇത്രയൊക്കെ വളർന്നൊക്കെ വന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് അതിലൂടെ ഇടുന്നു. ഇല്ലായിരുന്നു ഇന്നും ആരും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ഇടുന്നു. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാൻ നോക്കി കേട്ടോ വീഡിയോയിലൂടെ കൂടെ. പക്ഷേ ഉണ്ടല്ലോ ഒന്നെങ്കിൽ അച്ചുവിൻ്റെ മുഖം മാത്രം അല്ലെങ്കിൽ ഹെയർ മാത്രം അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഹെയർ മാത്രം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ മുഖം കാണത്തില്ല, മുഖം കിട്ടുമ്പോൾ ഹെയർ കാണത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തു. അപ്പം എന്നാ പറയാ, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ അറിയാമല്ലോ ഇത് കറക്റ്റ് ആയിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതേ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും അങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്യണേ മറക്കരുത്. ഇപ്പോൾ പലരും പറയാറുണ്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നില്ലേ, വീഡിയോസ് വരുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളൊരു വീഡിയോസ് ഈ ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കാതെ നമ്മളിങ്ങനെ വീഡിയോസ് കണ്ടാൽ ഒരു 3-4 ദിവസം നമ്മളിടുന്ന വീഡിയോസ് അവർ കണ്ടില്ലെങ്കിൽ പിന്നെ ആ നോട്ടിഫിക്കേഷൻ അവർക്ക് വരത്തില്ല. കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ വരും, അല്ലാത്തവർക്ക് കിട്ടത്തില്ല. അല്ലാതെ വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷേ നിങ്ങളത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊണ്ട് ഞെക്കിയാലേ ഉള്ളൂ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇനി പറയാനുള്ള എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈവനിങ് സ്നാക്സിനെ പറ്റിയാണ്. അതെന്നാ സംഭവം എന്ന് ചോദിച്ചാൽ അതൊരു സംഭവമാണ്. സംഭവം ഒന്നും പറയുന്നില്ല കേട്ടോ. കാര്യം ഇപ്പോൾ ഒത്തിരി പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കിടന്ന് കറങ്ങുന്ന സംഭവമാണ്. അപ്പോൾ അത് എനിക്കൊന്ന് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എൻ്റെ മക്കൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അവർക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെയാണ് ഞാൻ തപ്പിപ്പിടിച്ചെടുത്ത് ചെയ്യുന്നത്. കാര്യം അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതെന്നൊക്കെയാണെന്നുള്ളത് സംഭവങ്ങൾ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കുവാണ്. കാര്യം നമ്മൾ സമയത്ത് ഉണ്ടാക്കാൻ നിന്നാൽ അത് സമയം ഒത്തിരി പോകും. പോകുന്നല്ല, തീരുകയല്ല. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പിള്ളേർ വരുമ്പോഴത്തേക്ക് 4 മണിക്ക് ഇവിടെ ഉണ്ടല്ലോ മൂക്ക് കുറേ നേരം കൊണ്ട് ചൊറിയുന്നു. എന്നാ അതില്ല, മൂക്കിന് ഭയങ്കര ചൊറിച്ചിൽ. അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് വരുന്നതേ ഉണ്ടല്ലോ എൻ്റെ മക്കൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് ചോറും വേണ്ട. ഇത് ഭയങ്കര ചൊറിച്ചിൽ മൂക്കിന് കേട്ടോ. അപ്പം എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ 4 മണിയാകുമ്പോൾ വരുമ്പോഴത്തേക്ക് അവർ കയറുന്നേ ചോദിക്കുന്നത് അമ്മേ എന്നതാണ് കഴിക്കാനുള്ളത്. അവർക്ക് രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും വേണ്ട, അല്ലാതെ എന്നതേലും അവർക്ക് വേണം. അപ്പോൾ അതൊന്നുമില്ല, നിങ്ങൾ ചോറുണ്ട് ഉച്ചയ്ക്ക് നിങ്ങൾ ചോറുണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് വിശപ്പില്ല. അവർ പറയും വിശക്കുന്നില്ല പിന്നെ മതി എന്ന് പറയും. അപ്പം അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഞാൻ ഇവർ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ വെളിയിൽ നിന്നെങ്കിലും മേടിച്ച് വെക്കും, ഇല്ലെങ്കിൽ ബേക്കറി കാണും, ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കും. അങ്ങനെ എന്നതേലൊക്കെ ഇവർക്ക് കാണും കേട്ടോ. അപൂർവങ്ങളിലേ ഉള്ളൂ ഒന്നുമില്ലാതെ ഇവരെ ഞാൻ തല്ലി വഴക്ക് പറഞ്ഞ് ചോറ് കൊടുക്കുന്നത്. അപ്പം ഇന്ന് ഇപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അച്ചു ഇന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. അച്ചു നാളെ എക്സാമാണ്. അപ്പോൾ അച്ചു ഇന്ന് വീട്ടിൽ ഇരുന്ന് പഠിത്തവും കാര്യങ്ങളൊക്കെയാണ്. കണ്ണൻ സ്കൂളിൽ പോയി, കണ്ണന് നാളെ എക്സാമാണ്. അപ്പം അച്ചുവിന് ഇഷ്ടമാണ്, കണ്ണനും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ട് ചിലവാകുമെന്ന് എനിക്കറിയാം. അപ്പം ഞാനത് ഉണ്ടാക്കാനൊക്കെ തുടങ്ങുവാണ്. എന്നാന്നൊക്കെ ഉള്ളത് വീഡിയോയിലൂടെ നമുക്ക് കാണാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെന്നാന്ന് ഉണ്ടാക്കുന്നതെന്നുള്ളത് വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു ഒന്നാരും മറന്നേക്കല്ലേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ കഴിവതും വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക കേട്ടോ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി കിഴങ്ങറിയാണ്. ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് തന്നെയാണ് കേട്ടോ പൂരിക്കും മാവ് കുഴയ്ക്കുന്നത്. പരത്തുന്നതും അങ്ങനെ തന്നെയാണ്, പൊടിയിലാണ് പരത്തിയെടുക്കുന്നത്, എണ്ണയിലല്ല. പരത്തി ഇച്ചിരി നേരം വെച്ചേക്കും, എന്നിട്ട് ചുട്ടെടുക്കുമ്പോഴത്തേക്ക് അതിലെ പൊടിയെല്ലാം പോയി കിട്ടും. ഒന്നിന് പുറത്തായിട്ടൊന്ന് അടുക്കി ഞാൻ ചപ്പാത്തിയുടെ വീഡിയോസ് കാണിച്ച പോലെ തന്നെയാണ് പരത്തി വെക്കുന്നതും. ഒന്നിന് പുറത്തായിട്ട് ഇതുണ്ടോ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്. എന്നാലും അതിലെ പൊടി അങ്ങ് പോവുകയും ചെയ്യും. എണ്ണയ്ക്കകത്ത് പൊടി കിടന്ന് കരിയത്തുമില്ല.
ഇപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പൂരിയും കിഴങ്ങറിയൊക്കെ റെഡിയായി. ഇനി കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. ഇപ്പം നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റ് ചെയ്തേനെ. ഭയങ്കര കാറ്റായിരുന്നു, കറണ്ട് പോയി. അതുകൊണ്ടുണ്ടല്ലോ വെട്ടവും വിളിച്ചൊന്നുമില്ല. ഇത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇത് മുളക്, കുരുമുളക്, പിന്നെ മസാലപ്പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് നമ്മളല്ലാതെ ഇച്ചിരി പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിയിലയുടെ അതേ മണമുള്ള ആഫ്രിക്കൻ മല്ലിയില എന്ന് പറയുവേ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ നട്ട് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് പോകുന്ന സാധനമൊന്നും അല്ല കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ടാകുകയും ചെയ്യും. ഈ മല്ലിയിലയുടെ അതേ ടേസ്റ്റുമാണ്, അതേ മണമാണ്. ഇതാണ് കൂടുതലും രസത്തിൽ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ മല്ലിയില നമ്മൾ മേടിച്ച് വെച്ചാൽ അങ്ങനെ അധികം ദിവസം ഇരിക്കുകയില്ല. അതുകൊണ്ട് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള, ഇവിടെ മല്ലിയില മേടിയിലില്ല, അല്ലെങ്കിലും ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാം. ഇതിൻ്റെ തൈ ഞാൻ പിന്നെ കാണിച്ചു തരാവേ. ഭയങ്കര മഴയാണ് വെളിയിൽ. പിന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ് നമ്മുടെ ആവശ്യത്തിന് പുഴുങ്ങിയെടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കാതെ തന്നെ പുഴുങ്ങിയെടുത്തേക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കും. അപ്പോൾ ഞാൻ ഈ ആഫ്രിക്കൻ മല്ലിയില ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കട്ടെ. ഇതിൽ മെയിനായിട്ട് വേണ്ടൊരു സംഭവമുണ്ട്, അതാണ് മുട്ട. നമുക്ക് മുട്ടയും കൂടെ വേണം. മുട്ട പുഴുങ്ങിയതും വേണം. ഇത് പുഴുങ്ങിയ മുട്ടയാണ്. പുഴുങ്ങിയ മുട്ടയും പുഴുങ്ങാത്ത മുട്ടയും വേണം, പച്ചമുട്ടയും വേണം. അപ്പം ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്ക്. ഇതുണ്ട് ഇതുപോലെ. ഇപ്പം ഞാനിപ്പോൾ ഇത് 8 സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി മുട്ടയും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം 8 എണ്ണം ഉണ്ടാക്കാനായിട്ടാണ്. അപ്പം ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ. ഇതുപോലെ ചിരട്ടത്തവിയുണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെ ഉടച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇത് ചെറുതായിട്ട് ഇനി ഒന്ന് ഉടച്ച് വെച്ച് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കും. ഇനി ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കാവേ. അതിന് മുമ്പ് ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ സാധാരണ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്നതായിരുന്നേ, പക്ഷേ ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. നല്ലോണം മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ കുഴയണം. നമ്മൾ ഈ മാവൊക്കെ കുഴയല്ലേ, അതുപോലെ കുഴയണം. കുഴച്ചെടുക്കട്ടെ. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മസാലപ്പൊടി, ഒരു ശകലം മുളക് പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത്, പിന്നെ കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ ഇലയെ. ഇവർക്കാർക്കും ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ വലിയ ഇഷ്ടമല്ല, മല്ലിയില ചേർക്കുന്നതേ അവർക്ക് ഇഷ്ടമല്ല. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പം കിഴങ്ങിന് ഉപ്പ് നോക്കി ആവശ്യമുള്ള ഉപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാൻ ചിരട്ടത്തവി കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. കട്ടയായിട്ടുള്ളതെല്ലാം കുറേയും കൂടെ ഉടച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ ഇളക്കുമ്പോൾ അങ്ങനെ കട്ടകട്ടായിട്ട് വരുന്ന എല്ലാം ഉടച്ചുടച്ചടച്ച് വേണം എടുക്കാനായിട്ട്. ചെറുതായിട്ടൊക്കെ ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒത്തിരി കൊണ്ട് വലിയ കഷ്ണങ്ങളൊക്കെ എടുക്കില്ല. പാത്രമൊക്കെ ഇപ്പോൾ പൊട്ടിപ്പോയി. എന്നിട്ട് ഇതിപ്പം ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതിലേക്ക് ഞാൻ ഒരിച്ചിരി ഇത് റസ്കും പോട്ടെ ബ്രെഡ് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ബ്രെഡ് പൊടിച്ച് വെച്ചേക്ക് നമുക്ക് ഇതിന് ബ്രെഡ് പൊടി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയാണ് ബ്രെഡ് പൊടിച്ച് വെച്ചേക്കുന്നത്. അപ്പം അതും കൂടി ഇട്ടൊന്ന് നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്കും നമുക്കിത് ഇച്ചിരി ഈ നമ്മളെന്നാ ഈ മാവൊക്കെ കുഴക്കത്തില്ലേ, കോഴിക്കട്ടയ്ക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ, ഇടിയപ്പത്തിനൊക്കെ, അതുപോലെ ആയി കിട്ടും. നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇത് എടുക്കാനായിട്ടുള്ളതാണ്. ഇപ്പം മാവ് കുഴയ്ക്കുന്ന പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുഴച്ചെടുക്കണേ. ഇനി നമ്മുടെ മുട്ടയ്ക്കകത്തോട്ട് ഇങ്ങനെ ഇത് കണ്ടോ സ്റ്റിക്ക്
ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കണം. നമുക്കതൊരു ബലം കിട്ടുന്നത് പോലെ മുറുക്കി കൊടുക്കണേ. ഇതിപ്പോൾ സ്റ്റിക്കിൻ്റെ തുമ്പ് ഞാൻ ശകലം ഒന്ന് കൂർപ്പിച്ചിട്ടുണ്ടായിരുന്നേ. കൂർപ്പിച്ചെടുത്ത് എന്നാന്ന് വെച്ചാൽ എനിക്ക് ആ സ്റ്റിക്ക് അതിനകത്തോട്ട് ഇടാനുള്ള കുത്തിയെടുക്കാനുള്ള സൗകര്യത്തിനുണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല വീതിയുള്ള സ്റ്റിക്കായിട്ട് പൊട്ടിപ്പോവും മുട്ട. എന്നിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതേ ഒരു ബൾബിൻ്റെ വെട്ടവേ ഉള്ളെന്നേ അത്. മറ്റേത് 2 ബൾബ് ഇടുമ്പോഴാണ് നമുക്ക് നല്ല വെട്ടം അടുക്കള കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഈ പൊടിച്ച് വെച്ചേക്കുന്ന കുരുമുളക് പൊടിയില്ലേ, അത് ഇതിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം. ഇങ്ങനെ ഇതെല്ലാം ഒന്ന് എടുക്കട്ടെ. നമുക്ക് കയ്യിലൊരിച്ചിരി എണ്ണ ഇങ്ങനെ തടവി വെച്ച്, ഞാൻ വെജിറ്റബിൾ ഓയിലായിട്ട് എടുക്കുന്നത്. ഇതിൽ നിന്ന് കേട്ടോ ഇങ്ങനെ ചെറിയൊരു ഉരുളയായിട്ട് എടുത്ത് ഇതിങ്ങനെ പരത്തിയെടുക്കണം. പരത്തിയെടുത്തേച്ച് ഇതിലേക്ക് മുട്ട വെക്കണം. എന്നിട്ട് ഈ മുട്ട ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം. എണ്ണ കയ്യെ തൂത്തേച്ച് ഇങ്ങനെ പരത്തി കൊടുത്താൽ അപ്പോൾ നമ്മുടെ കയ്യെ പിടിക്കത്തില്ല കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉരുട്ടി സെറ്റാക്കി എടുക്കണം. ഒരു ഓവൻ ഷേപ്പിലാക്കി എടുക്കാൻ കേട്ടല്ലോ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ടിത് ഇതുപോലെ മുട്ടയുടെ വെള്ളയാണ് എടുത്ത് വെച്ചേക്കുന്നത്, അതിനകത്തോട്ടിട്ടൊന്ന് ഉരുട്ടിയെടുത്തേച്ച് ഇതുപോലൊരു ബ്രെഡ് പൊടിച്ചതിനകത്തോട്ടിട്ട് സെറ്റാക്കി എടുക്കണം. മുഴുവനും ബ്രെഡ് പൊടി ഇട്ടണേ, നല്ലപോലെ ബ്രെഡ് പൊടി തൂക്കണം. ബ്രെഡോ റസ്കോ എന്നാ പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ടിത് ഇങ്ങനെ ഓരോന്ന് വീതം പാത്രത്തിലോട്ട് വെക്കാം. ഞാൻ അടുത്ത് എടുക്കട്ടെ. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഇനി നമുക്കിത് എണ്ണ വറുത്തെടുക്കാവേ. എണ്ണ നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയാണ്. അതിലേക്ക് നമുക്കിത് പതിയെ വെച്ച് കൊടുക്കാം. ഒത്തിരി കരിയരുത്. കരിയാതെ നമ്മൾ ഈ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ആ ഒരു ഇതില്ലേ, അതുപോലെ മുരിച്ചെടുക്കണം. ഇത് വേഗണ്ട. മുട്ടയെല്ലാം വെന്തിരിക്കുന്നതുകൊണ്ട് നമുക്കിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കൊന്ന് കറണ്ട് വന്നായിരുന്നു കേട്ടോ, അത് കഴിഞ്ഞ് പിന്നെയും പോയി.
ഇപ്പം നമ്മുടെ മുട്ട ലോലിപോപ്പ് സെറ്റായിക്കൊണ്ടിരിക്കുന്നേ. ഇനി അടുത്തത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് കുഴയ്ക്കുമ്പം അത് ലൂസ് ആണെങ്കിൽ അതിനകത്ത് ഇച്ചിരി കൂടെ റസ്ക് ആണെങ്കിൽ റസ്കിൻ്റെ പൊടി, അല്ലെങ്കിൽ ബ്രെഡ് ആണെങ്കിൽ ബ്രെഡിൻ്റെ പൊടി, അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ല തിക്കാക്കിയതിന് ശേഷമേ നമ്മളിതുപോലെ എടുക്കാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും നമ്മൾ ഇതിനകത്തോട്ട് ഇടുമ്പോഴത്തേക്ക്. അനുഭവം ഗുരു കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അത്രയും മതിയായിരിക്കും എന്നോർത്തുകൊണ്ട് ഞാൻ എടുത്ത് പക്ഷേ ഇച്ചിരി കഴിഞ്ഞ് ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പൊട്ടി എങ്ങ് പോയി. അത് ഇച്ചിരി കൂടെ ബ്രെഡിൻ്റെ പൊടി അതിന് ചേർക്കണമായിരുന്നു, എന്നിട്ട് ഇച്ചിരി കൂടെ ടൈറ്റ് ആക്കണമായിരുന്നു, എന്നിട്ട് വേണമായിരുന്നു. അത് കഴിയുമ്പോൾ ശരിയായി കേട്ടോ. അപ്പം ഇതുണ്ടാക്കുന്നവർ നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഇത്ര വലിയ എളുപ്പം. പക്ഷെ അതിൻ്റെ കൂട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കങ്ങനെ കിട്ടുകയില്ല. പിന്നെ ഇതും ഞാനിങ്ങനെ ഓരോന്നോരോന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ ലോലിപോപ്പ് റെഡിയായേ. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവർ കഴിക്കുന്നില്ല, നല്ല ചൂടാണ്. ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ. ഒരെണ്ണത്തിൻ്റെ പുറത്തേ ഒഴിച്ചുള്ളൂ കേട്ടോ. ബാക്കി ഇവർ വരുമ്പോൾ കണ്ണം വന്നിട്ടല്ലേ കഴിക്കത്തുള്ളൂ. ഇതിൻ്റെ സൈഡിലോട്ട് ഇച്ചിരി ടൊമാറ്റോ സോസ് വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ ലോലിപോപ്പ് എല്ലാം റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിലൂടെ റിസൾട്ട് പറയാം കേട്ടോ. കൊള്ളാടി. കട്ട്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്നല്ലേ.